അസ്സലാമു അലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ചൈനീസ് സ്റ്റാർട്ടർ ആയിട്ടുള്ള ചിക്കൻ ഡൈനമൈറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡൈനമൈറ്റ് ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഡൈനമൈറ്റ് ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം ഇത് നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുക്കാൻ. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി പൗഡറിന് പകരം പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, എന്നാൽ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ജിഞ്ചറൊന്നും ചേർക്കുന്നില്ല, ഗാർലിക് പേസ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മാക്സിമം 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. തീരെ ടൈമില്ലാന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഡൈനമൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ മയോണൈസ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സോസിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ടും ഇത് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എടുത്ത 1/2 കിലോ ചിക്കന് ഈ ഒരു ഡൈനമൈറ്റ് സോസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മയോണൈസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡൈനമൈറ്റ് സോസിലോട്ട് 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂണ് വീതം പെപ്പർ പൗഡർ, കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ജസ്റ്റ് ആ ഒരു സോസിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇത് നിർബന്ധമായിട്ടൊന്നും ചേർക്കണമെന്നില്ല. ഇനി ഇതിൽ ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ആ മയോണൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് അളവാണ്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി ചിക്കൻ്റെ കോട്ടിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ ഒരു മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെയല്ലാതെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓരോ പീസും എടുത്തിട്ട് ഈ ഒരു മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും പൊടിയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെയാകുമ്പോൾ കുറേ ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. രണ്ടായാലും ടേസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈസി വേർഷൻ ചെയ്യുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ ഒരു മൈദയും കോൺഫ്ലോറും അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ചൂടായ ഓയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടായതിന് ശേഷം ഓരോ ചിക്കൻ്റെ പീസും ചൂടായ ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, അപ്പോൾ ചിക്കൻ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഓരോ ബാച്ചായിട്ട് നമുക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം.
ഇത്രയും ഫ്രൈ ആയാൽ മതിയാകും. ഈ ഒരു പാകം ആയാൽ ചിക്കൻ ഇതിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടിയും ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഒന്നും പണിയില്ല. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡൈനമൈറ്റ് സോസിലോട്ട് ചൂടോടുകൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള സോസിൻ്റെ അളവ് കറക്റ്റാണ്. ഒരുപാട് കൂടുതലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രീമി ആയിട്ട് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കറക്റ്റ് അളവാണ്. ആ ഒരു ചിക്കനിലോട്ട് നമ്മുടെ സോസ് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. വീട്ടിൽ സോസൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചൈനീസ് ഡിഷാണ് ഈ ഒരു ചിക്കൻ ഡൈനമൈറ്റ്. നമുക്ക് സോസ് കടയിൽ നിന്നും വാങ്ങണമെന്നൊന്നുമില്ല. വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും മയണൈസൊക്കെ. അപ്പോൾ അതും കൂടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ ഡൈനമൈറ്റിൻ്റെത്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അതിനുവേണ്ടി സെർവിങ് ബൗളിലോട്ട് കുറച്ച് ലെറ്റ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഡൈനമൈറ്റ് ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയൻസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അധികം കുക്കിംഗ് ടൈമൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൈനീസ് ഡിഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളെന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.